സ്വകാര്യ വാഹനങ്ങൾ പോലും തടഞ്ഞ ജനത്തെ ദുരിതത്തിലാക്കി പണിമുടക്ക്. മധ്യകേരളത്തിലും പണിമുടക്കിനെ ജനം തള്ളിക്കളഞ്ഞപ്പോൾ കയ്യൂക്കിന്റെ ബലത്തിൽ റോഡിലിറങ്ങി സമരക്കാർ സർവീസിന് തയ്യാറായ KSRTC ബസ്സുകൾ വിവിധ ഡിപ്പോകളിൽ CITU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. എറണാകുളം ഡിപ്പോയിലെ 56 സർവീസുകൾ രാവിലെ തടസ്സപ്പെട്ടു. പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തതോടെ കോട്ടയത്ത് പണിമുടക്ക് ഹർത്താലിന് സമാനമായി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. ടാക്സി സർവീസുകളും പൂർണ്ണമായും നിലച്ചു. തെങ്കാശിക്ക് പോയ ബസ് അടൂരിൽ സമരക്കാർ തടഞ്ഞതിനെ തുടർന്ന് സർവീസ് നിർത്തി. എറണാകുളം KSRTC ഡിപ്പോയിൽ പുലർച്ചെ മുതൽ KSRTCയിലെ CIT യൂണിയൻ പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞിട്ടു. കോഴിക്കോടേക്ക് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന ലോ ഫ്ലോർ AC ബസ് തടഞ്ഞിട്ട സമരക്കാർ ബസ്സിന് മുന്നിൽ നിലയുറപ്പിച്ചു. BMS യൂണിയൻ ജീവനക്കാർ സർവീസിന് തയ്യാറായി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇവർ തടയുന്നുണ്ട്, അതുകൊണ്ട് വണ്ടി വിടുക, ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഞങ്ങൾ KST BMSൻ്റെ പ്രവർത്തകരാണ് പറഞ്ഞു. അപ്പോൾ ടൈം വെച്ചു എന്നിട്ടും പക്ഷേ പുള്ളി ഇവിടെ തടഞ്ഞു. ഞങ്ങൾ പോലീസിനെ അവർ വിളിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ വിളിച്ചിട്ടും പോലീസ് വന്നു. പക്ഷേ പോലീസ് വന്നിട്ടും പ്രൊട്ടക്ഷൻ തരാൻ തയ്യാറായിട്ടൊന്നുമില്ല. ഞങ്ങൾ സമരത്തിന് അനുകൂലിക്കുന്നവരല്ല, ഞങ്ങൾ KST BMSൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്, ഇപ്പോഴും പോകാൻ തയ്യാറാണ്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നില്ല, ഇവിടുത്തെ SMO പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് രാവിലെ കോഴിക്കോട് ഡിപ്പോൻ്റെ 4 സർവീസുകളുണ്ട്. ഇവിടെ രാവിലെ 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക്, 6:15 4 സർവീസും കോഴിക്കോട് ഡിപ്പോനാണ്. ഒക്കെ സ്റ്റേ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതാണിപ്പം ഇവിടെ ഒരു വണ്ടിയും തിരിച്ചു പോയിട്ടില്ല. തൃശ്ശൂരിൽ ബസ്സുകൾ തടഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിച്ച ബസ്സുകളാണ് തടഞ്ഞത്. സർവീസിന് തയ്യാറെടുത്ത KSRTC സ്വിഫ്റ്റ് ബസ്സും തടഞ്ഞിട്ടു. ദീർഘദൂര ബസ്സുകളുടെ സർവീസ് മുടങ്ങിയില്ല. ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന കടകളും തുറന്നു. തിരുവനന്തപുരം, പാലാ, കോഴിക്കോട്, എറണാകുളം, പൊള്ളാച്ചി ഭാഗങ്ങളിലേക്ക് ബസ്സുകളുണ്ടായിരുന്നു. പണിമുടക്ക് ഇടുക്കിയിൽ ഭാഗികമായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ സമരാനുകൂലികൾ തടഞ്ഞു. പീരുമേട്ടിൽ തപാൽ ഓഫീസ് ജീവനക്കാരന് മർദ്ദനമേറ്റു. പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴായിരുന്നു CPM നേതാക്കളുടെ മർദ്ദനമേറ്റത്. കട്ടപ്പനയിൽ KSRTC ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവുമുണ്ടായി. മന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിലും പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടുകാർ ഇവിടെ കൂടുതൽ പ്രശ്നമായതുകൊണ്ട് നാട്ടുകാർ ബസ് തടഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുക, അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടായിരുന്നു തിരിച്ചു പോകുന്നത്. ഇടുക്കി ജില്ലയിലെ വിവിധ സർക്കാർ ഓഫീസുകൾ പ്രവർത്തനം അടപ്പിച്ചു. ടൂറിസം, തോട്ടം മേഖലയെയും പണിമുടക്ക് ബാധിച്ചു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ആലപ്പുഴ ജില്ലയിലും പൊതുപണിമുടക്കിന് സമ്മിശ്ര പ്രതികരണമാണ്. സ്വകാര്യ വാഹനങ്ങൾ വ്യാപകമായി നിരത്തിലിറങ്ങി. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം ജലോത്സവത്തിന് വള്ളംകളി പ്രേമികൾക്കെത്താൻ പണിമുടക്ക് തടസ്സമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കൊച്ചി.